വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് എക്രോസ് സെൽ മെംബ്രെയിൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് എങ്ങനെയാണ് ഈ ഒരു സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി സബ്സ്റ്റൻസസ് ഉള്ളിലേക്ക് കടക്കുന്നതും ആവശ്യമില്ലാത്ത, അതായത് സെല്ലിന് ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസസ് എങ്ങനെയാണ് സെല്ലിൻ്റെ പുറത്തേക്ക് പോകുന്നതും എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്പോർട്ട്? നമുക്കറിയാം, നമ്മളെപ്പോഴും ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയാറില്ല. അതായത് യാത്ര അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ സെൽസ് ട്രാൻസ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലിന് ആവശ്യമായിട്ടുള്ള സെല്ലിൻ്റെ സബ്സ്റ്റൻസ്, അതായത് സെല്ലിന് ഇപ്പോൾ ഗ്ലൂക്കോസ് വേണമെങ്കിൽ ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് വേണമെങ്കിൽ, ഇതെല്ലാം സെല്ലിന് എപ്പോഴൊക്കെയാണ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതും അത് ഒരു ലിമിറ്റിൽ മാത്രമേ കടക്കുന്നുള്ളൂ. സെല്ലിന് ഇപ്പോൾ ആവശ്യമില്ലാത്ത ഏതെങ്കിലും എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഒക്കെ പുറത്തേക്ക് എങ്ങനെയാണ് സെല്ല് കളയുന്നത്, ഇതിനെയാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ആർ നെസസറി. അതായത് ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ നെസസറി ആയിട്ടുള്ള, വളരെ ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു മെയിൻറ്റെയിൻ നോർമൽ സെൽ ഫങ്ഷൻ. ഒരു നോർമൽ ആയിട്ടുള്ള സെല്ല് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നെക്സ്റ്റ്, റൂട്ട്. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ പോകണമെങ്കിൽ നമ്മൾ ആദ്യം ആ റൂട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ അഡ്രസ്സൊക്കെ ചോദിച്ച് നമ്മൾ ഏതാണ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യും, അതായത് ട്രാൻസ്പോർട്ടേഷൻ നടത്തും. അപ്പോൾ ഇവിടെ സെൽ മെംബ്രെയിനിൽ കൂടി ട്രാൻസ്പോർട്ടേഷൻ ഒരു സ്പെസിഫിക് റൂട്ട് ഉണ്ട്. ഏതൊക്കെ റൂട്ടിലാണ്? ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ദ ലിപ്പിഡ് ലെയർ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് മെയിൻലി ലിപ്പിഡ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടും കാർബോഹൈഡ്രേറ്റ് കൊണ്ടുമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ലിപ്പിഡ് ലെയർ എന്ന് പറയുന്നത് ഈ മെംബ്രെയിനിലെ ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റിനെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ റൂട്ട്, അതായത് ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസസ് എങ്ങനെയാണ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്? ത്രൂ ദ ലിപ്പിഡ് ലെയർ. ലിപ്പിഡ് ലെയറിൽ കൂടി മാത്രമാണ് ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസസ് കടക്കുന്നത്, അതായത് ത്രൂ ദ ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ്. ആസ് വെൽ ആസ്, അല്ലെങ്കിലോ ത്രൂ ദ പ്രോട്ടീൻ ലെയർ. പ്രോട്ടീൻ ലെയറിൽ കൂടെയും, അതായത് മെംബ്രെയിൻ പ്രോട്ടീൻസിൽ കൂടെയും ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കാറുണ്ട്. അപ്പോൾ റൂട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, നമ്മളിനി ടോപ്പിക്കിലേക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാണ്. ട്രാൻസ്പോർട്ട് മെക്കാനിസം. മെയിൻലി 2 ടൈപ്പ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ് പഠിക്കാറ്. ഒന്ന് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, രണ്ടാമത്തത് പാസീവ് ട്രാൻസ്പോർട്ട്. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, എന്താണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം. അതിൽ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് നോക്കാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ട്രാൻസ്പോർട്ട് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. ഓക്കെ, അതായത് അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പാസീവ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് കിടക്കാം. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ്. സെല്ലിൻ്റെ ഉള്ളിലേക്കുള്ള ട്രാൻസ്പോർട്ട്, മെറ്റീരിയൽസിന് ട്രാൻസ്പോർട്ട്. എങ്ങനെയാണ് ആ ട്രാൻസ്പോർട്ട് നടത്തുന്നത്? ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അതായത് ഒരു എന്താണ് ഒരു 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 കുന്നിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ നാരായണത്ത് ഭ്രാന്തൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ഇദ്ദേഹം എന്താ ചെയ്തിരുന്നത്? കുന്നിൻ്റെ മുകളിൽ നിന്ന് കല്ല് ഉരുട്ടി താഴേക്കിട്ടിട്ട് കൈകൊട്ടി ചിരിക്കുക. ദെൻ
താഴെ നിന്ന് മേലെ ഭയങ്കര എനർജി യൂസ് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റുക, എന്നിട്ട് വീണ്ടും താഴേക്ക് ഇടുക. അപ്പം ഇവിടെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കല്ല് താഴേക്ക് തള്ളി 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 മാറ്റുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് പാസീവ് ട്രാൻസ്പോർട്ട്. അതായത് പ്രത്യേകിച്ച് എനർജി ഒന്നും ആവശ്യമില്ല അവിടെ. അതായത് കുറേ കോൺസെൻട്രേഷൻ ഉള്ള സബ്സ്റ്റൻസസ് തീരെ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത വളരെ കുറച്ച് സബ്സ്റ്റൻസസ് ഉള്ള റീജിയനിലേക്ക് പോകുന്നത്. അത് വളരെ ഈസി ആയിട്ട് പോയിക്കോളും. അതിനെന്ത് വേണ്ട, യാതൊരു തരത്തിലുള്ള എനർജിയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട, വളരെ എളുപ്പത്തിൽ വിത്തൗട്ട് ദാറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. അതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഏകദേശം ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മൂവ്മെൻറ്റ് ഓഫ് transport of materials from a region of higher concentration to a region of lower concentration without the energy expenditure. Okay. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമുക്ക് വീണ്ടും പറയാം. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ പാസീവ് ട്രാൻസ്പോർട്ട്. തിരിച്ച്, അതായത് നമ്മൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് കല്ല് താഴേക്ക് ഇടുന്ന പോലെയല്ല, താഴെയിൽ നിന്ന് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ കല്ല് മുകളിലെത്തിക്കുന്നു. അതായത് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എനർജി വേണം, പാസീവ് ട്രാൻസ്പോർട്ടിന് എന്ത് വേണ്ട, എനർജി വേണ്ട. ഒന്ന് ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്, അതായത് തീരെ ഇല്ലാത്ത വളരെ കുറച്ചായി കമ്പണൻ്റ് ഉള്ള റീജിയനിലേക്ക് ഹൈ കോൺസെൻട്രേഷനിലുള്ള സബ്സ്റ്റൻസസ് നമ്മൾ ഒഴിക്കുകയാണ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലോവറിൽ നിന്ന് ഹയറിലേക്ക്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ നോക്കിക്കേ, വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഒരു ഊഞ്ഞാലയിൽ ഒരു കുട്ടി കയറിയിരിക്കുന്ന, കുട്ടീനെ ആരും തള്ളി കൊടുക്കാനൊന്നുമില്ല. കുട്ടി തനിയെ ഇങ്ങനെ ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? പാസീവ് ട്രാൻസ്പോർട്ട്. അതായത് വിത്തൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി ഒന്നും ആരും കൊടുക്കാനില്ല, തനിയെ കുട്ടി ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കുട്ടി ഒരു ഊഞ്ഞാലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ആടാനൊന്നും അറിയില്ല. അപ്പം ബാക്കിൽ നിന്ന് അച്ഛനോ അമ്മയോ ആരെങ്കിലും അതിന് എന്ത് ചെയ്യുന്നുണ്ട്, തള്ളി കൊടുക്കുകയാണ് പുറത്ത്. നമ്മളൊരു എനർജി ആ കുട്ടിയുടെ മുകളിലേക്ക് പ്രയോഗിക്കുകയാണ്. അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്പോർട്ട്. ഇതാണ് കൺസെപ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ഫസ്റ്റ് പറയാം. പാസീവ് ട്രാൻസ്പോർട്ടിന് എന്ത് വേണ്ട? വിത്തൗട്ട് എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. എനർജി വേണ്ട. ഒരു ഡൗൺ ഹിൽ മൂവ്മെൻറ്റ്, അതായത് കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ കല്ല് ഉരുട്ടി കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൗൺ ഹിൽ മൂവ്മെൻറ്റാണ് നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 3 ടൈപ്പ് പാസീവ് ട്രാൻസ്പോർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ഇങ്ങനെ 3 ടൈപ്സ് പാസീവ് ട്രാൻസ്പോർട്ട് നമ്മളെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഒന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ, രണ്ടാമത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, മൂന്നാമത്തത് ഓസ്മോസിസ്. ഇനി സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ റീജിയനിൽ നിന്ന് ലോവർ റീജിയനിലേക്കുള്ള മൂവ്മെൻറ്റ്, അതായത് പാസീവ് ട്രാൻസ്പോർട്ടാണ് ഇത്. പാർട്ടിക്കിൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണ് വേണ്ടത്? അലോങ് ദ ഇലക്ട്രോ കെമിക്കൽ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഒരു കോൺസെൻട്രേഷനോ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസോ ആയിരിക്കണം. ഒരു ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റ് വേണം. ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇതിന് അത്യാവശ്യമാണ്. പക്ഷെ എന്ത് വേണ്ട? നോ എനർജി ഈസ് നീഡഡ്. എനർജിയെ ഇതിന് വേണ്ട. പക്ഷേ ഇതിപ്പോൾ നമ്മൾ രണ്ട് കമ്പാർട്ട്മെൻ്റ് എടുക്കുക, എ എന്നും ബി എന്നും. ഇപ്പം എ എന്ന കമ്പാർട്ട്മെൻറ്റിൽ ഹൈ കോൺസെൻട്രേഷനാണ് ഉള്ള സബ്സ്റ്റൻസ് നമ്മൾ ബി എന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം, അതായത് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം.
അപ്പം എയിൽ നിന്ന് ഇപ്പം കുറേ ഗ്ലൂക്കോസ് ഉണ്ടെന്ന് വിചാരിക്കുക. എയിലുള്ള ഗ്ലൂക്കോസ് നമ്മൾ ബിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് എയിലും ബിയിലും ഒരേ അളവിലായിരിക്കണം. അതായത് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ മാത്രമേ ഇത്തരത്തിൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുള്ളൂ, മൂവ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. അതായത് ഒരു ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെള്ളമില്ലാത്ത ഗ്ലാസ്സിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം രണ്ടിലും ഒരേ അളവാവുന്നവരെ മാത്രമേ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അതായത് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റോ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റോ അത്യാവശ്യമാണ്. പക്ഷേ ദാറ്റ് മൂവ്മെൻറ്റ് ഇസ് പെർട്ടിക്കുലർലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇക്വിലിബ്രിയം. അതായത് ഇക്വിലിബ്രിയം എപ്പോഴാണോ അറ്റൈൻ ചെയ്യുന്നത് അതുവരെ മാത്രമേ ഇത്തരത്തിൽ മൂവ്മെൻറ്റ് നടക്കുള്ളൂ. ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തൊക്കെ സബ്സ്റ്റൻസസ് ആണ് ഇത്തരത്തിൽ മൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഗ്യാസസ് ലൈക്ക് സബ്സ്റ്റൻസ്, അതായത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എന്താണ് ഇത്തരത്തിൽ നമുക്ക് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. ഇതിലൂടെയാണ് റൂട്ട് എന്ന് പറയുന്നത് ലിപ്പിഡ് ലെയറിൽ കൂടിയാണ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ലിപ്പിഡ് ലെയറിൽ കൂടിയാണ് ഇത്തരത്തിൽ ഓക്സിജനും കാർബൺ, അതായത് ഓക്സിജൻ ആയിക്കോട്ടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ എല്ലാ ഗ്യാസസും ലിപ്പിഡിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ മിക്സ് ചെയ്തിട്ട് മാത്രമേ പോകുന്നുള്ളൂ. വെറാസ് ദ ഡിഫ്യൂഷൻ ഓഫ് അയൺ ഒക്കേഴ്സ് ത്രൂ അയൺ. അതായത് അയേൺസ് എങ്ങനെയാണ് ഡിഫ്യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി? ത്രൂ അയോൺ ചാനൽ. അപ്പം ഈ ഗ്യാസസ് ലൈക്ക് സബ്സ്റ്റൻസസ് പ്ലാസ്മ മെമ്പറിൻ്റെ ലിപ്പിഡ് ലെയറിൽ കൂടെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതെങ്കിൽ അയേൺസ് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള അയേൺസും കാര്യങ്ങളൊക്കെ. പക്ഷെ എങ്ങനെയാണ്? അത് ലിപ്പിഡ് ലെയറിൽ കൂടെയല്ല, അത് എവിടെ കൂടിയാണ്? അയേൺ ചാനലിൽ കൂടെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെംബ്രെയിൻ പ്രോട്ടീൻ്റെ കാര്യം. മെംബ്രെയിൻ പ്രോട്ടീനാണ് അയേൺ ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സോഡിയം പൊട്ടാസ്യം ചാനലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ സോഡിയം ചാനൽ എന്താണ്, പൊട്ടാസ്യം ചാനലൊക്കെ എന്താണ്, അയേൺ ചാനൽസ് ആണ്. ആ ഒരു സ്ട്രക്ചർ ആ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, മെംബ്രെയിൻ പ്രോട്ടീൻസ് കൊണ്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അത് ഏത് മെംബ്രെയിൻ പ്രോട്ടീനാണ്? ഇൻറ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ് സെല്ലിൻ്റെ പുറത്ത് കാണുന്നത്. ഓക്കെ. ദെൻ ചാനൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഗേറ്റഡ് ചാനൽസ് ഉണ്ട്, നോൺ ഗേറ്റഡ് ചാനൽസും ഉണ്ട്. ഓപ്പൺ ലീക്കേജ് ചാനൽസ് ഒക്കെയാണ് ചാനൽസിൻ്റെ പ്രത്യേകത. ഗേറ്റഡ് ചാനൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോമ്പൗണ്ടിന് ഒരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ കോമ്പൗണ്ടിലേക്ക് ആരും അങ്ങനെ എൻ്റർ ചെയ്യില്ല. എപ്പോഴൊക്കെയാണോ ആൾക്കാർക്ക് ഉള്ളിലേക്ക് വരേണ്ടത് ആ സമയം മാത്രം ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് ആളുകൾ കടക്കാറുണ്ട്. അതേപോലെയാണ് ഈ ഒരു മെമ്പറിൻ്റെ കാര്യത്തിൽ ഗേറ്റഡ് ചാനൽസ് എപ്പോഴാണോ അയേൺസിന് ഉള്ളിലേക്ക് കടക്കേണ്ടത് ആ സമയം മാത്രം ഈ ഗേറ്റ് ഓപ്പൺ ആവും. അല്ലാത്ത സമയത്തെല്ലാം ആ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അതാണ് ഗേറ്റഡ് ചാനൽ എന്ന് പറയുന്നത്. നോൺ ഗേറ്റഡ് ചാനൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ, ഓൾവേസ് ഓപ്പൺ. ലീക്കേജ് ചാനൽ, അതായത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും, ഇങ്ങനെ അയേൺസ് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേയിരിക്കും. അതാണെന്ത്, അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യാം. അതാണ് ഓപ്പൺ അല്ലെങ്കിൽ ലീക്കേജ് ചാനൽസ്, നോൺ ഗേറ്റഡ് ചാനൽസിന് എക്സാം. ഓക്കെ. അപ്പം ഇതാണ് ഒരു മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ. ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. ഇതാണ് ചാനലിലെ പ്രോട്ടീൻസ്. അതിൽ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഒരു ഡിഫ്യൂഷൻ, മെംബ്രെയിനിൽ കൂടെ ഡിഫ്യൂഷൻ നടക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു സബ്സ്റ്റൻസ് ലിപ്പിഡ് ലെയറിൽ കൂടെ മൂവ് ചെയ്ത് സെല്ലിനുള്ളിലേക്ക് എത്തി സെല്ലിന് ആവശ്യമില്ലെങ്കിൽ അത് പുറത്തേക്ക് കളയുന്നു. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മറ്റൊരു ഡയഗ്രാമാണ്. സ്റ്റിറോയിഡ് ഹോർമോൺസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് കടക്കുന്നത്, സെല്ലിൽ എന്തുണ്ട്, അക്വാപോറിൻസ്, വാട്ടർ മോളിക്യൂൾസിനെ മാത്രം കടത്തിവിടുന്ന രീതിയിലുള്ള പോസ് ഉണ്ട്. ഓക്സിജൻ എങ്ങനെയാണ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് എന്ന് കാണിച്ചിട്ടുള്ളത്. ദെൻ ഓപ്പൺ ഓർ ലീക്കേജ് ചാനൽസിന് എക്സാമ്പിൾ പൊട്ടാസ്യം ചാനൽ, ക്ലോസ്ഡ് ചാനലിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ഗേറ്റഡ് ചാനലിന് എക്സാമ്പിൾ സോഡിയം ചാനൽ. ഗേറ്റഡ് ചാനൽസ് ഓപ്പൺ അപ്പോൾ എപ്പോഴൊക്കെയാണ് ഗേറ്റഡ് ചാനൽ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഗേറ്റഡ് ചാനൽ എപ്പോഴൊക്കെയാണ് തുറക്കുന്നതെന്ന് നോക്കാം. അപ്പോണേ സ്റ്റിമുലസ്, ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിമുലി വരുമ്പോൾ മാത്രമാണ് ആ ഗേറ്റഡ് ചാനൽ ഓപ്പൺ ആവുന്നത്. അതെങ്ങനെയൊക്കെയുള്ള, ഒന്ന് വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസ് ഉണ്ട്,
ലിഗാൻ ഗേറ്റഡ് ഉണ്ട്, മെക്കാനോ സെൻസിറ്റീവ് ഗേറ്റഡ്. അതായത് വോൾട്ടേജ് ഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ മെംബ്രെയിനിൽ എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉള്ള സമയത്ത് ആ ഗേറ്റ് ഓപ്പൺ ആവും. ലിഗാൻ ഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് ആണ് സെല്ലിന് ആവശ്യം. അപ്പോൾ ഗ്ലൂക്കോസ് എന്താണ് സെല്ലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് ലിഗാൻഡാണ്, പുറത്തുനിന്ന് വരുന്ന ഒരു മോളിക്യൂളാണ്. അപ്പോൾ ആ ഒരു ലിഗാൻഡിനനുസരിച്ചിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യാം. അതാണ് ലിഗാൻ ഗേറ്റഡ്. അടുത്തത് മെക്കാനോ സെൻസിറ്റീവ് ഗേറ്റഡ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഓപ്പൺ ആവുന്ന ചാനൽ, അതാണ് മെക്കാനോ സെൻസിറ്റീവ് ഗേറ്റഡ് ചാനൽസ് എന്ന് പറയുന്നത്. ഇത് അയൺ ചാനൽസ് ആണ്. ഏതൊക്കെയാണ്? ലിഗാൻ ഗേറ്റഡ്. ലിഗാൻഡിന് ഇപ്പം ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ലിഗാൻഡ്. ഇപ്പോൾ സോഡിയം വരുന്നുണ്ട്, ലിഗാൻ ഗേറ്റഡ് ചാനൽസ്, ലിഗാൻ ഗേറ്റഡ് ചാനൽസ്. ദെൻ മെക്കാനിക്കലി ഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം തുറക്കുന്ന ചാനൽ. ദെൻ എല്ലാ ലീക്കേജ് ചാനൽ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഓപ്പൺ. വോൾട്ടേജ് ഗേറ്റഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന ഗേറ്റഡ് ചാനൽസ്. ഇത്രയാണ് അയോൺ ചാനൽസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, ഇപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? ഫെസിലിറ്റേഷൻ അതായത് ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഈ ഡിഫ്യൂഷൻ ആണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. പക്ഷേ ആ ഡിഫ്യൂഷൻ നടക്കുന്നത്, ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണം, പക്ഷെ നമുക്ക് രാവിലെ എണീറ്റിട്ട് മടിയാണ് പോകാൻ. പക്ഷേ നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുകയാണ്, നീ എന്തായാലും വാ, ഞാനും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷനല്ല, അപ്പം ഞാൻ പോയേക്കാം തോന്നില്ല. അതേപോലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് നടത്താനുള്ള മോളിക്യൂൾസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ആരാണ് ഇവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ഒരു കാരിയർ പ്രോട്ടീൻ. അപ്പം ഇവിടെ എന്താണ് പ്രോസസ്സ് നടക്കുന്നത്? ഡിഫ്യൂഷൻ ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ പ്രോട്ടീൻ. അപ്പോൾ ക്ലോറൈഡ് അയൺസ്, വാട്ടർ, ഇതൊക്കെയാണ് ഈ ഒരു ടൈപ്പിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി ഡിഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ? ചാനൽ പ്രോട്ടീൻ, കാരിയർ പ്രോട്ടീൻസ് ആണ് ഇതിന് ഫെസിലിറ്റേറ്റഡ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ സ്ഥിരമായിട്ട് എല്ലായിടത്തും പറയുന്നതാണ് ഒരു ഡോറ്. ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ എൻ്റർ ചെയ്യാം. എന്നിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇതാണ് എന്ത്? നോർമൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഫെസിലിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു ഡോറാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇതാണ് മോളിക്യൂൾസ്. അപ്പം ഇത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡോർ ഇതിനെ തള്ളി 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 അങ്ങനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഒരു കാരിയർ പ്രോട്ടീൻ ആണ് അത്. അപ്പം ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണെന്ത്? ഒരു കാരിയർ പ്രോട്ടീൻ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ട് ഉള്ളിലെത്തിക്കുന്നുണ്ട്. ഇതാണ് 2 മോഡൽ ഫോർ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ്. ഇത്രയും നമ്മൾ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത് മൂവ്മെൻറ്റ്. പക്ഷെ ഇവിടെ സോൾവെൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷനും ഉണ്ടാവും, സൊല്യൂട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുറച്ച് മണ്ണ് സോയിലിട്ട് മിക്സ് ചെയ്തു. അതിൽ വാട്ടർ ലിക്വിഡ് ആയിട്ടുള്ള പോർഷനെ സൊല്യൂഷൻ എന്നും ആ ഒരു സോയിൽ കണ്ടന്റിനെ നമ്മൾ സൊല്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അടങ്ങുന്നതിനെയാണ് സോൾവെന്റ് എന്ന് പറയുന്നത്. അപ്പം മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് ആണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഫ്രം എ റീജിയൻ ഓഫ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു എ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണ് ഇവിടെ നോക്കുന്നത്. എവിടെയാണോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവ് അതിൽ നിന്നും സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക. പക്ഷേ എങ്ങനെയാ വെറുതെ അങ്ങനെ മൂവ് ചെയ്യില്ല. ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, പക്ഷേ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി പോകണമെങ്കിൽ നമ്മൾ ആ സൊല്യൂട്ടിലേക്ക് ഒരു പ്രഷർ ഇങ്ങനെ എക്സേർട്ട് ചെയ്ത് കൊടുക്കണം. ആ പ്രഷറിന് പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഒരു ഡയഗ്രാം പറയാം, നമുക്ക് മനസ്സിലാവുമായിരിക്കും. അതായത് ഇതാണ് സൊല്യൂട്ട് കോൺസെൻട്രേഷനുള്ള റീജിയൻ, ഇത് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷനുള്ള റീജിയൻ. ഇതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂട്ട് കോൺസെൻട്രേഷൻ നോക്കിയാൽ അറിയാം, വളരെ കുറച്ച് സൊല്യൂട്ടേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പം ഇതിൽ നിന്ന് ലോ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് സൊല്യൂട്ട് കോൺസെൻട്രേഷനുള്ള ഏരിയയിൽ നിന്ന് ഈ ഒരു സെമി പെർമിയബിൾ മെമ്പറിൽ കൂടി ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷനുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. ഇതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലേക്ക് കടക്കാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെന്ത് വേണം? ഒരു എനർജി വേണം. നമ്മൾ ഒരാൾ ഊഞ്ഞാലെ ആടുമ്പോൾ ഒരാൾ തള്ളി കൊടുത്തിട്ട് ആടുന്നില്ല, അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് റിക്വയർ എനർജി.
പക്ഷേ നേരത്തെ നമ്മളിത് എലോങ് ഇലക്ട്രോ കെമിക്കൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, എഗെയിൻസ്റ്റ് ആണ്. ഇതിന് ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റോ ഒന്നും തന്നെ വേണ്ട. എങ്ങനെയാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്? ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. നേരത്തത് ഡൗൺ ഹിൽ മൂവ്മെൻ്റ് ആണ്, ഇതെന്താണ്? അപ്പ് ഹിൽ മൂവ്മെൻ്റ്. അതായത് കുന്നിൻ്റെ താഴെ നിന്ന് കല്ലുരുട്ടി ഉരുട്ടി എന്ത് ചെയ്യണം? മുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എനർജി വേണം. അപ്പ് ഹിൽ മൂവ്മെൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇനി ഇതിൽ എന്ത് വേണം? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതായത് ആരെങ്കിലും ഒന്ന് ഫെസിലിറ്റേറ്റ്, അതായത് കാരിയർ പ്രോട്ടീനിന് റിക്വയർമെൻറ്റ് ഉണ്ട്. മൂന്ന് പാർട്ടിക്കിൾസ്, മൂന്ന് മൂന്ന് തരത്തിലാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ഒന്ന് യൂണിപ്പോട്ട്, സിംപോട്ട്, ആൻറ്റിപ്പോട്ട്. യൂണിപ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരീസ് വൺ മോളിക്യൂൾസ് ഇൻ എ ഡയറക്ഷൻ. അതായത് ഒരു മുറി, ആ മുറിയിലേക്ക് ഒരു ഡയറക്ഷനിലേക്ക് ഒരു മോളിക്യൂൾ മാത്രം, അതായത് ഒരാൾ മാത്രം ആ റൂമിലേക്ക് കയറി വരിക. അതിനെയാണ് യൂണിപ്പോട്ട്, ഒരു ഡയറക്ഷനിൽ. സിംപോട്ട് എന്ന് പറഞ്ഞാലോ, രണ്ടാൾ ഒരുമിച്ച് ഉള്ളിലേക്ക് കയറി വരിക, അല്ലെങ്കിലോ രണ്ടാൾ ഒരുമിച്ച് പുറത്തേക്ക് പോവുക. ഒരു ഡയറക്ഷനിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്, അതായത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് രണ്ട് മോളിക്യൂൾസ് ഒരുമിച്ച് വരുന്നത് സിംപോട്ട്. യൂണിപ്പോട്ട് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ വരുന്നത്. ആൻറ്റിപ്പോട്ട് എന്ന് പറഞ്ഞാലോ, ക്യാരീസ് ടു ഓർ മോർ മോളിക്യൂൾസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒന്നോ രണ്ടോ ആൾക്കാർ കയറുകയും ഒന്നോ രണ്ടോ ആൾക്കാർ ഇറങ്ങുകയും ചെയ്യുക. അതായത് ഒരാൾ ഇറങ്ങുമ്പോൾ ഒരാൾ കയറുക, അല്ലെങ്കിൽ രണ്ടാൾ ഇറങ്ങുമ്പോൾ രണ്ടാൾ കയറുക. ഇതാണ് ആൻറ്റിപ്പോട്ട് എന്ന് പറയുന്നത്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് യൂണിപ്പോട്ട്. യൂണിപ്പോട്ട് കണ്ടില്ല? യൂണിപ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം മോളിക്യൂൾസ് കയറുക. സിംപോട്ട് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ? ഒരു ഡയറക്ഷനിൽ നിന്നാണ് ഒരു മോളിക്യൂൾസ് ഇങ്ങനെ കയറുന്നു, അതേ ഡയറക്ഷനിൽ കൂടി തന്നെ വേറെ മോളിക്യൂൾസ് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ആൻറ്റിപ്പോട്ട് കണ്ടോ? ഒരു മോളിക്യൂൾസ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു മോളിക്യൂൾസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആൻറ്റിപ്പോട്ട്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് രണ്ട് ടൈപ്പാണ്: പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതിൽ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഡയറക്റ്റായിട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടത്തുന്നത്. എങ്ങനെയാണ്? അക്രോസ് ദ മെംബ്രെയിൻ. അവർ യൂസ് ചെയ്യുന്ന എനർജി ഡയറക്റ്റ് എനർജിയാണ്. ഫോർ എക്സാമ്പിൾ സോഡിയം പൊട്ടാസ്യം പമ്പ്. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ട്രാൻസ്പോർട്ടാണ്. ഇത് യൂസ് ചെയ്യുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സ്റ്റോർ ചെയ്ത എനർജിയാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ്: കോ ട്രാൻസ്പോർട്ടും കൗണ്ടർ ട്രാൻസ്പോർട്ടും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം നമ്മളിപ്പോൾ ഒരു മുറിയിലേക്ക് ഒരാൾക്ക് കയറി ചെല്ലണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നമുക്കൊരാൾക്ക് പോകണം. അപ്പം ആൾക്ക് വഴിയൊന്നും അറിയില്ല, പക്ഷെ ആൾക്ക് ഒരു വഴിയൊന്നും അറിയാതെ വഴി തെറ്റുമോ എന്നുള്ള പേടിയും ഉണ്ട്. അപ്പോൾ അവൾ പറയാണ് എ എന്നും ബി എന്ന് പറഞ്ഞ രണ്ടാൾ. അപ്പം എക്ക് കുറച്ച് എന്താണ് എന്താണ് എല്ലാ സ്ഥലത്തും ഒന്ന് പോയി വഴി ചോദിച്ചു പോകാനുള്ളൊരു കഴിവുണ്ട്. പക്ഷെ ബി അത്ര വല്ല അങ്ങനെയുള്ള ഒരാളല്ല, ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എ പറയാണ് ബിയിനോട്, നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് വരാം, എന്നിട്ട് നാളെ വേണമെങ്കിൽ നീ പോയിക്കോ എന്ന് പറയാം. അപ്പം എ എന്ത് ചെയ്തു? എ ആദ്യം പോയി സ്ഥലങ്ങളൊക്കെ കണ്ടു, വഴിയൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ബീനോട് പറഞ്ഞു, ഇനി നീ പോയിക്കോ. അപ്പം ബി എന്ത് ചെയ്തു? പോയി. അപ്പം അതാണെന്ത്? പ്രൈമറി ആക്റ്റീവ് ആദ്യം എ പോയതാണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്നത് പിന്നീടാണ് പോകുന്നത്. അതായത് എ ഇപ്പം നമ്മുടെ സെല്ലിൻ്റെ കൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ എ ആദ്യം പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വന്നു. ആ എനർജി യൂസ് ചെയ്തിട്ടാണ്, ആ ഒരു ധൈര്യത്തിലാണ് ബി വീണ്ടും അതേ സ്ഥലത്തേക്ക് പോകുന്നത്. അതാണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പം ഒരാൾ എടുത്തു വെച്ച ധൈര്യത്തിൽ, അതായത് അവരുടെ സപ്പോർട്ടിലാണ് രണ്ടാമത്തെ ആൾ പോകുന്നത്. അതാണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ. അപ്പോൾ സോഡിയം പൊട്ടാസ്യം ചാനൽ അപ്പം എന്താണ്? ഇന്നിപ്പോൾ നമ്മൾ ഇമ്പൾസ് ട്രാൻസ്മിഷനിലൊക്കെ പറയുന്നില്ലേ, അതായത് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. അപ്പം പുറത്ത് പോസിറ്റീവ് ചാർജും സെല്ലിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. അപ്പം രണ്ട് സൈഡിലും സെല്ലിൻ്റെ ഉള്ളിൽ പൊട്ടാസ്യം, പുറത്ത് സോഡിയമാണ്. അപ്പം എന്തുകൊണ്ടാണ് രണ്ടിലും ഒരേ ചാർജ് ആവാത്തത്? രണ്ടും പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള അയോൺസ് അല്ലേ? എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ഒരു പോയിന്റ് കൂടുതലാണ് ഉള്ളിലുള്ളതിനേക്കാളും. അതുകൊണ്ടാണ് പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും വന്നത്.
ഓക്കെ, ഇതാണ് എക്സാമ്പിൾ. സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ ആണ് എക്സാമ്പിൾ. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ്. സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ പോകുന്നതിന് മുന്നേ എ എന്ന ആൾ പോയി ഒന്ന് കയറി നോക്കി, എന്നിട്ട് ആ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ബി പോകുന്നു. ഇതാണ് അത് കൗണ്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത്, ഇതെല്ലാം ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും ഒന്നും കൂടാതെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട് സെല്ലിൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വെസിക്കുലർ ട്രാൻസ്പോർട്ട് എന്നാണ് പറയുന്നത്. 3 ടൈപ്പ് ഉണ്ട്: എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ്, ട്രാൻസൈറ്റോസിസ്. അതിൽ ഫസ്റ്റ് എൻഡോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക്, അതായത് സെല്ല് കുടിക്കുക, ഡ്രിങ്ക് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമ്മളൊരു സ്പോഞ്ച് എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ, സ്പോഞ്ച് മൊത്തം കുടിക്കില്ലേ ആ വെള്ളം. അപ്പോൾ അതുപോലെയാണ് എൻഡോസൈറ്റോസിസ്, സെൽ ഡ്രിങ്കിങ്. അപ്പം സെൽ ടേക്സ് അപ്പ് പാർട്ടിക്കിൾസ് ദാറ്റ് ആർ ടു ലാർജ് ടു ബി ട്രാൻസ്പോർട്ട് ആക്റ്റീവ്ലി, അതായത് കുറേ സബ്സ്റ്റൻസസ് ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ എൻഡോസൈറ്റോസിസ് വഴിയാണ് സെല്ലത് നടത്തുന്നത്. ഇനി എന്തൊക്കെ സ്റ്റേജസ് ആണ് എൻഡോസൈറ്റോസിസ് നടക്കുന്നത്? ഫസ്റ്റ്, ഇപ്പോൾ സെല്ലിന് ഗ്ലൂക്കോസ് വേണം. എന്നിട്ട് കുറേ ഗ്ലൂക്കോസ് ഒറ്റ ടൈം വേണമെങ്കിൽ സെൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് സെൽ മെംബ്രെയിനുമായിട്ട് ആ ഗ്ലൂക്കോസ് പുറത്ത് വന്ന് നിൽക്കുക. സെൽ മെംബ്രെയിനുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും, ഒരു ടച്ച് കണക്ഷൻസ് വരും. ദെൻ സെൽ മെംബ്രെയിനും ആയിട്ടൊരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് കൈ കൊണ്ട് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവാജിനേഷൻ, ഒരു കുഴി പോലെ ഉണ്ടാവുന്നില്ലേ, അതുപോലെ ഈ ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് സെൽ മെംബ്രെയിനിൽ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ളിലേക്ക് അങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്ത് കയറും. എന്നിട്ട് ഒരു പാക്ക് പോലെ ഉള്ളിലേക്ക് പിഞ്ച് ഓഫ് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കും. ഇതാണ് എൻഡോസൈറ്റോസിസിൽ നടക്കുന്നത്. കണ്ടില്ലേ? അതായത് ഇതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഈ ഒരു സെൽ മെംബ്രെയിനിൽ ടച്ച് വന്നു, പിന്നെ ഈ ഷുഗർ ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്ത് കയറി, അങ്ങനെ കംപ്ലീറ്റ് ഇൻവാജിനേഷൻ നടന്നു. മൂന്നാമത്തത് കണ്ടില്ലേ, കംപ്ലീറ്റ് ഇൻവാജിനേഷൻ നടന്നിട്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തുക. ഇതാണ് എൻഡോസൈറ്റോസിസ്. സെൽ ഡ്രിങ്ക് ചെയ്തു അതിനെ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്: എൻഡോസൈറ്റോസിസ്, ഫാഗോസൈറ്റോസിസ്, പീനോസൈറ്റോസിസ്, റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെൽ ഈറ്റിംഗ്, വിഴുങ്ങുക സെല്ല്, സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. പീനോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കണ്ടന്റ്, കുടിക്കുക, സെൽ ഡ്രിങ്ക് ചെയ്യുന്ന പ്രോസസ്സ്. റിസപ്റ്റർ മീഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസപ്റ്റർ ഉണ്ടാവും സെൽ മെംബ്രെയിൻ. നേരത്തെ ഞാൻ പറഞ്ഞു, മെംബ്രെയിന് ടച്ച് വന്നു, കോണ്ടാക്റ്റ് വന്നിട്ട് ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിന് പകരം സെൽ മെംബ്രെയിനിലുള്ള റിസപ്റ്ററായിട്ടാണ് ഈ ഒരു ലിഗാൻഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കോണ്ടാക്റ്റ്. പിന്നെ ആ റിസപ്റ്ററോട് കൂടിയാണ് ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇനി എക്സോസൈറ്റോസിസ് എന്താണെന്ന് നോക്കാം. ഇപ്പം സെല്ലിൻ്റെ ഉള്ളിൽ കടന്നു, ഇനി സെല്ലിന് ആവശ്യമില്ല, സെൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിറ്റ് ചെയ്യുന്നുണ്ട്, തുപ്പുന്നുണ്ട്, വോമിറ്റിംഗ് എന്നൊക്കെ പറയും. ഓൾസോ കോൾഡ് സെൽ സ്പിറ്റിംഗ്. ആസ് ദ സെൽ റിലീസസ് ഇറ്റ്സ് കണ്ടന്റ് ടു ദ എക്സ്റ്റീരിയർ, സെല്ല് അതിൻ്റെ കണ്ടന്റ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്. അത് സ്റ്റേജസ് എന്തൊക്കെയാണ് എക്സോസൈറ്റോസിസ്? അതായത് മെറ്റീരിയൽസ് ടു ബി എക്സ്ക്ലൂഡഡ് ആർ എൻവലപ്പ് ഇൻ എ സാക്ക്. അതായത് ഏത് മെറ്റീരിയൽസ് ആണോ സെല്ലിൻ്റെ പുറത്തേക്ക് കളയേണ്ടത്, അത് ഉള്ളിലൊരു പാക്ക് പോലെ, എൻവലപ്പിലൂടെ ഒരു പാക്ക് പോലെ ഒരു സാക്കിൻ്റെ ഉള്ളിൽ കിടക്കും. എന്നിട്ട് ആ സാക്ക് പ്ലാസ്മ മെറ്റീരിയൽ മെംബ്രെയിൻ അതായത് ആ ഒരു മെറ്റീരിയൽസിൻ്റെ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിനും ഫ്യൂസ് ചെയ്തിട്ട് അതിങ്ങനെ മൂവ് ചെയ്ത് സെല്ലിൻ്റെ പുറത്തേക്ക് എക്സ്റ്റേണൽ റീജിയനിലെത്തി അവിടുന്ന് പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി ഒരു കട്ട് ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് കളയാം. അതാണ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, ഫസ്റ്റ് നോക്കിക്കേ, സെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു മോളിക്യൂളിന് ആവശ്യമില്ല സെല്ല്. അപ്പോൾ അത് ജസ്റ്റ് ഒരു സാക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് സെല്ലിൻ്റെ മെംബ്രെയിനിലേക്ക് എത്തും. ഇത് മെംബ്രെയിൻ ആയിട്ട് കോണ്ടാക്റ്റ് വന്നു, കണ്ടില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, ആ മെംബ്രെയിനിൽ കൂടി റപ്ചർ ചെയ്തിട്ട് ഇതിൽ കൂടി പുറത്തേക്ക്, അപ്പോൾ പ്രോട്ടീനാണ് വേണ്ടാത്തത്, പ്രോട്ടീനെ പുറത്തേക്ക് കളയുന്നുണ്ട്. അപ്പോൾ എൻഡോസൈറ്റോസിസും എക്ടോസൈസിസും മനസ്സിലായത്. എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ഇതിലായിട്ട് കോണ്ടാക്റ്റ് വന്നു, ഒരു ഇൻവാജിനേഷൻ നടന്നു, ഉള്ളിൽ കംപ്ലീറ്റ് ഇൻവാജിനേറ്റഡ് ആയിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇവിടെ നിന്നു. പിന്നെ ഇതിന് ആവശ്യമില്ലെങ്കിൽ തിരിച്ച് മൂവ് ചെയ്ത് സെൽ മെംബ്രെയിനിലായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് അവിടെ റപ്ചർ ചെയ്ത് പുറത്തേക്ക് കളയുന്ന പ്രോസസ്സ്. ട്രാൻസൈറ്റോസിസ് എന്താണെന്ന് നോക്കാം.
ട്രാൻസ്പോർട്ട് ഓഫ് വാരിയസ് മാക്രോ മോളിക്യൂൾസ് അക്രോസ് ദ ഇൻറ്റീരിയർ ഓഫ് ദ സെൽ. അതായത് മാക്രോ മോളിക്യൂൾസ്, വലിയ വലിയ മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, സെല്ലിൻ്റെ ഇൻറ്റീരിയറിൽ കൂടിയുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ട്രാൻസൈറ്റോസിസ്. അപ്പം മാക്രോ മോളിക്യൂൾസ് എല്ലായ്പ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യില്ല, ട്രാൻസ്പോർട്ട് ചെയ്യില്ല. അതിന് വെസിക്കിളാണ്, സെല്ലിൻ്റെ ഉള്ള വെസിക്കിൾ എടുത്തിട്ട് വെസിക്കിൾ വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ത്രൂ വൺ സൈഡ് ഓഫ് ദ സെൽ ആൻഡ് ഇജക്റ്റഡ് ത്രൂ ദ അതർ ദ സൈഡ്. ഒരു സൈഡിൽ നിന്ന്, അതായത് ഒരു സൈഡിലല്ല, അപ്പോൾ സെല്ലിൻ്റെ പുറത്തുള്ള ഒരു സാധനത്തിന് സെല്ലിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അപ്പോൾ എങ്ങനെയാണ് ആ സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ മെംബ്രെയിൻ വഴി ഉള്ളിൽ കയറി അതിലുള്ള വെസിക്കിൾ അതിനെ ക്യാരി ചെയ്തിട്ട് സെല്ലിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്നത്. എക്സാമ്പിൾ ബ്ലഡ് കാപ്പിലറീസ് ആണ് ട്രാൻസൈറ്റോസിസ് നടക്കുന്ന ഒരു വെൽ നോൺ സൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നോക്കിക്കുക, ആൽബുമിൻ സെല്ലിൻ്റെ പുറത്ത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ പോയിട്ട് ഇപ്പുറത്തെ സൈഡിൽ എത്തണം. അതാണ് ഇവിടെ നടക്കുന്നത്. സെല്ല് മെംബ്രെയിനുമായിട്ട് കോണ്ടാക്റ്റ് വന്നു, ഇൻവാജിനേഷൻ നടന്നു, ഇതൊരു പാക്ക് ചെയ്തു, അതായത് വെസിക്കിളിൻ്റെ ഉള്ളിലായി. അങ്ങനെയുള്ള കണ്ടീഷന് പറയുന്ന പേരാണ് കാവിയോളെ, അതായത് വെസിക്കിളിൻ്റെ ഉള്ളിൽ ആൽബുമിനുള്ള കണ്ടീഷൻ. ട്രാൻസൈറ്റോസിസ് നടന്ന് സെല്ലിൻ്റെ പുറത്തേക്ക് എത്തി അത് കളയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ട്രാൻസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.